അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായ മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും നടപടി വേണമെന്ന് ബന്ധുക്കൾ. പ്രതിഷേധത്തിനൊടുവിൽ മുഴുവൻ ഡോക്ടർമാരെയും പ്രതി ചേർക്കാമെന്ന് കുടുംബത്തിന് ഡിവൈഎസ്പി ഉറപ്പു നൽകി. 1.5 വയസ്സുകാരന്റെ മൃതദേഹവുമായി ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ കുട്ടി മരിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. നാട്ടുകാർ മൃതദേഹവുമായി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരാൾ വന്നാൽ അവരെ എങ്ങനെ അറുക്കാം എന്ന രീതിയിലാണ് ഈ ഹോസ്പിറ്റലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വേദനാജനകമായ ഒരവസ്ഥ നമ്മുടെ മുന്നിൽ. ഒരാൾക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് തകരണം, ഈ ഇതുപോലെ ഹോസ്പിറ്റൽ തകരണം എന്നുള്ള രീതിയിൽ ഒരു കാഴ്ചപ്പാടും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. പയ്യന്നൂർ പോലെ സ്ഥലത്ത് നല്ല ഹോസ്പിറ്റൽ വരണം, എല്ലാ സജ്ജീകരണത്തോടുള്ള ആധുനിക സൗകര്യത്തോടുള്ള എല്ലാ രീതിയിലുള്ള ഹോസ്പിറ്റൽ പയ്യന്നൂർ പോലത്തെ സ്ഥലത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം എന്ത് പറ്റിയാലും മംഗലാപുരത്തേക്കും കോഴിക്കോടേക്കും പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. ആശുപത്രിയുടെ വീഴ്ച കാരണമാണ് കുട്ടി മരിച്ചതെന്ന് ആവർത്തിക്കുന്ന ബന്ധുക്കൾ ചെറിയ മുറിവിന് അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും പറയുന്നു. കുട്ടിയുടെ മുഖത്ത് മുറിവ് മരിക്കുന്നതിന് മുൻപേ ഉണങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ഇതിനാണോ അനസ്തേഷ്യ നൽകിയതെന്ന് ചോദിച്ചു. കേസ് ജയിക്കാനോ നഷ്ടപരിഹാരമോ അല്ല ഞങ്ങളുടെ ആവശ്യമെന്നും കുടുംബം വ്യക്തമാക്കി. ഈ 3 ഡോക്ടർമാർക്കെതിരെയും യാതൊരു തരത്തിലുള്ള സംരക്ഷണവും അവർ കൊടുക്കില്ല. പുറത്താക്കുമെന്നുള്ള നടപടികളെ കുറിച്ച് പറയാൻ അവരായിട്ടില്ല. അവർ പറഞ്ഞത് അന്വേഷണം നടത്താമെന്നും ഡിവൈഎസ്പി സാറും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഒരിക്കലും എന്റെ അറിവനുസരിച്ച് നമുക്ക് ഇത് കേസ് ജയിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിത് കേസ് ജയിക്കണമെന്നോ ഒരു കോമ്പൻസേഷൻ വേണമെന്നോ വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. ഇല്ല, അത് വെച്ചിട്ടില്ല. നമുക്ക് അതിലൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. അത് നമ്മളെ കുട്ടീനെ കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അത് കിട്ടിയില്ല. ഇനി അതിലൊരു തിരിച്ചില്ല. പീഡിയാട്രിഷ്യൻ ആശാ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ആരതി എന്നിവരെ കൂടി പ്രതി ചേർക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകി. മാനേജ്മെന്റിനെയും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടെന്നും കുടുംബം വ്യക്തമാക്കി. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ആരോഗ്യനില വഷളായ കണ്ണൂർ എരമം സ്വദേശികളുടെ മകൻ ദേവാൻ ശൗര്യ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. ജനം, കണ്ണൂർ.